1948 ഡിസംബർ 10 യുണൈറ്റഡ് നേഷൻസ് അഡോപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയ ദിവസമാണ്. അങ്ങനെ അന്ന് മുതൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പൊതുവേ ഇങ്ങനെ ഒരു മുക്കാൽ നൂറ്റാണ്ട് മനുഷ്യാവകാശ ദിനങ്ങൾ ആചരിച്ചെങ്കിൽ ഇന്ന് ലോകത്തെല്ലായിടത്തും സമാധാനവും ശാന്തിയില്ല. നിങ്ങൾക്കറിയാം, യുദ്ധം, എത്രയോ രാജ്യങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യുദ്ധം. മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊല്ലപ്പെടുക, ബോംബെടുത്ത് കൊല്ലുകയാണ്. അങ്ങനെ ഗാസയിലാണേലും ഉക്രൈനിലാണേലും ഇപ്പോൾ സിറിയയിലാണേലും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും മോശമായ മനുഷ്യ ജീവൻ തൃണവൽക്കരിച്ച് ഉള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ രാജ്യങ്ങളാണേലും ഇപ്പം മയന്മാറിൽ മിലിറ്ററി റൂളാണ്. അവിടെയൊന്നും ഒരു മനുഷ്യാവകാശവും ഇല്ല. അവർക്ക് മിലിറ്ററിക്കാർ തോന്നുന്നത് പോലെ പറയണ പോലെ ചെയ്തില്ലെങ്കിൽ വെറുതെ വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാൻ മിലിറ്ററി പുറകിലിരുന്ന് ചരട് വലിച്ചു എന്നൊരു ഗവൺമെൻറ്റാണ് അവിടെ നിത്യം പ്രശ്നങ്ങളാണ്. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വലിയൊരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ രാജ്യമാണ് നമ്മുടേത്. അതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഓഫ് കോഴ്സ് മണിപ്പൂരും കാശ്മീരിലും ഒക്കെ അശാന്തിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത്ര വലിയൊരു ജനത ഇത്ര ദീർഘകാലം നമ്മൾ ജനാധിപത്യം സംരക്ഷിച്ചു. ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുന്നു. മനുഷ്യൻ്റെ സ്വത്തിനും മനുഷ്യൻ്റെ ജീവനും എല്ലാത്തിനും ഒരു പരിധി വരെ വലിയൊരു സംരക്ഷണം കിട്ടുന്ന ഒരു രാജ്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും പറയും ചില സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലാണ് അവിടത്തേക്കാളും ഭേദം. ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ എൻ്റെ റിലേറ്റീവ്സിന് അമേരിക്കയിലും അയർലൻഡിൽ നിന്നൊക്കെ എൻ്റെ കസിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡോക്ടറെ കാണാനും പോകുള്ളൂ. അവിടെ 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനുഷ്യാവകാശമാണ് ആരോഗ്യ സംരക്ഷണം, ജീവൻ നിലനിർത്താനുള്ളതാണ്. പക്ഷേ അവിടെ ഈ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ രോഗി മരിച്ചിരിക്കും. നമ്മുടെ ഇവിടെ അതല്ല. നമ്മുടെ ഇവിടെ ഒരു ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവർ എമർജൻസി അറ്റൻഡ് ചെയ്തിരിക്കും. നല്ല ഡോക്ടറെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ധാരാളം നല്ല രീതിയിൽ മനുഷ്യാവകാശം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം, ഭാഗ്യമുള്ള ജനവിഭാഗമാണ് നമ്മുടെ രാജ്യം. പിന്നെ നമ്മുടെ രാജ്യത്തുള്ളവർ, പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളെപ്പോഴും ഈ മനുഷ്യാവകാശം പറയുമ്പോൾ എല്ലാവരും മനുഷ്യാവകാശ ലംഘനത്തിനെ കുറിച്ച് പറയും. പോലീസ് മർദ്ദനങ്ങൾ, ലോക്കപ്പ് മരണങ്ങൾ, അതുപോലെയുള്ള ഏതെല്ലാം രീതിയിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് മനുഷ്യാവകാശ സംരക്ഷണത്തിനെ കുറിച്ച് ആരും തന്നെ കാര്യമായിട്ട് പറയുന്നില്ല. വളരെ സുപ്രധാനമായ ഒരു വശമാണ് മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷണം. മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷണമാണ് മൗലികാവകാശമായിട്ട് തന്നെ നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഒരു കോടതിയിൽ നടപ്പാക്കാൻ പലതും, പക്ഷേ മനുഷ്യൻ്റെ സംരക്ഷണം, അതായത് പാവപ്പെട്ടവർ, ദുരിതം അനുഭവിക്കുന്നവർ, വികലാംഗർ, ഇവരുടെയൊക്കെ സംരക്ഷണം സർക്കാരിൻ്റെ ചുമതലയാണെങ്കിലും ഭരണഘടനയിൽ സർക്കാരിന് ഒരു വലിയ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായിട്ട് വേണം പാവങ്ങളുടെ സംരക്ഷണം, ബലഹീനരായിട്ടുള്ളവരുടെ, വികലാംഗരുടെ സംരക്ഷണം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഗവൺമെൻറ്റിന് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്താലേ മനുഷ്യാവകാശ സംരക്ഷണം സാധിക്കുള്ളൂ. അതായത് പാർപ്പിടം, ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണം, വിദ്യാഭ്യാസ അവകാശം, ഇതെല്ലാം മനുഷ്യാവകാശമാണ്. നല്ല ശുദ്ധമായി ശ്വസിക്കാനുള്ളവരെ മനുഷ്യാവകാശമായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എത്ര ഏത് രീതിയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും? ഒരു രീതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്നൊക്കെ പറഞ്ഞത് എത്രയോ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഗവൺമെൻറ്. 62 ലക്ഷം ആൾക്കാർക്കാണ് കേരളത്തിൽ ഈ പെൻഷൻ കൊടുക്കുന്നത്. നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷൻ, വിധവ പെൻഷൻ, ധാരാളം രീതിയിലുള്ള പെൻഷനുകൾ കൊടുത്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്.
അപ്പോൾ അതിനൊക്കെ എന്നാ വെറും 1600 രൂപ. ഞാൻ സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ചെയർമാനായിരുന്നതാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് മാത്രമേ നമുക്ക് ശമ്പള പരിഷ്കരണം പെൻഷനും ഒക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ. 1600 രൂപ നിസ്സാര പെൻഷനാണ്. അതുകൊണ്ട് കട്ടിച്ച് റേഷൻ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ റേഷൻ നമ്മുടെ രാജ്യം ഒരു കാലത്ത് ഇമ്പോർട്ട് 60കളിൽ 70കളിൽ ഞാനൊരു പഴമക്കാരനാണ്. പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും ഷംസുദ്ദീനൊക്കെയാണ് ഇവിടെ പഴമക്കാരുള്ളത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അമേരിക്കയുടെ PN480 എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളെ സഹായിക്കാനുള്ള നിയമമനുസരിച്ചുള്ള ഗോതമ്പ്, മെയ്സ് പൊടി എല്ലാം പ്രതീക്ഷിച്ച് ആൾക്കാരിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പോയി നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് പ്രൊഡ്യൂസർ, ഗ്രെയിൻ പ്രൊഡ്യൂസർ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ. ചൈനയിലേക്ക് കഴിഞ്ഞാൽ 1,00,000 ടൺ അരി എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഒരു ദാരിദ്ര്യ രാജ്യത്തിൽ നിന്ന് ഒരു നെറ്റ് ഗ്രെയിൻ എക്സ്പോർട്ട് ചെയ്യുന്ന വളരെ അഭിമാനകരമായ ഒരു രാജ്യമായി നമ്മൾ മാറി. അതുകൊണ്ട് പട്ടിണി എന്ന് പറയുന്നവർക്ക് നമ്മുടെ നാട്ടിൽ മാറി, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്നും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, മനുഷ്യാവകാശം, ഭക്ഷണം കിട്ടാതെ ഒന്നും ആരും വലയില്ലെന്നില്ലെന്ന് വേണം പറയാൻ. ഇതെല്ലാം നമുക്ക് ആഘോഷിക്കാവുന്ന ഒരു ദിനമാണ് ഈ മനുഷ്യാവകാശ ദിനം. തീർച്ചയായിട്ടും ഇനി പിന്നെ മറ്റൊന്ന്, ഇതുകൊണ്ടൊന്നും നമ്മൾ കേരളത്തിലെ സ്ഥിതി അല്ല, ഇന്ത്യയിലെല്ലായിടത്തും ധാരാളം പേര് പാവപ്പെട്ടവരും വീടില്ലാത്തവരും അതുപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ ശേഷിയില്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ സഹായം വലിയ രീതിയിൽ വരുന്നുണ്ട്. സർക്കാരിൻ്റെ റവന്യൂ വരുമാനം, സാമ്പത്തിക വളർച്ച കൂടുന്തോറും നമ്മുടെ GST കളക്ഷൻ കൂടി വരികയാണ്. 1,80,000 കോടിയാണ് കഴിഞ്ഞ മാസത്തെ GST കളക്ഷൻ. ഇതെല്ലാം വലിയ രീതിയിൽ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനത്തിനും ഗവൺമെൻറ് ചെലവാക്കാൻ സഹായം ചെയ്യും. പക്ഷെ എന്നിട്ടും ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ മേഖലയുടെ ഗവൺമെൻറ്റുമായിട്ട് കൈകോർത്താൽ മാത്രമേ ജനക്ഷേമം, അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണം, പാവപ്പെട്ടവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അതിന് വലിയ കാതലായ ഒരു മാറ്റം വരുത്തിയത് ഗവൺമെൻറ് വലിയ വരുമാനമുള്ള കമ്പനികളുടെ 2% ലാഭം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കണം എന്ന് പറഞ്ഞു. അത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ് വരുത്തിയത്. അപ്പോൾ സ്വകാര്യ മേഖലയുടെ കൂടി കമ്പനികളും വ്യക്തികളും പണമുള്ളവരും എല്ലാം ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ, മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ നൂതന മാർഗങ്ങളാണ്, വലിയ ആശാവഹമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുടെ നാളുകളാണ്. പിന്നെ വേറൊന്ന്, ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം പ്രതീക്ഷിക്കാവുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ്. അതിൽ കൂടി നമ്മുടെ രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഡിഫൻസ് ഐറ്റംസൊക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഒരു സൈനിക ശക്തിയായിട്ട് വളർന്നത് പോലും, അല്ലെ വളരുന്നത് പോലും നമ്മുടെ മനുഷ്യാവകാശത്തിൻ്റെ, നമ്മുടെ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ഇതാണ്, വലിയ നേട്ടമാണ്. ഞാൻ അധികം തോന്നുന്നില്ല. ഈ മനുഷ്യാവകാശ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ എന്താണ് ഉദ്ഘാടനം ചെയ്തതെന്ന് അസീസ് ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ നമസ്കാരം. ഷംസുദ്ദീൻ സാറുമായിട്ട് യോഗം പങ്കുവയ്ക്കാൻ അസീസ് എന്നെ വിളിച്ചതിൽ നന്ദി. അദ്ദേഹത്തിനോട് ഞാൻ വലിയ കടപ്പാടുള്ള ആളാണ്, വലിയ സ്നേഹമുള്ള ആളാണ് അദ്ദേഹത്തിനോട്. ഞാൻ പോവുകയാണ്, നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പോവുകയാണ്. എനിക്ക് വലിയൊരു തിരക്കാണ്. ഓക്കെ.